ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾ തമ്മിൽ കണ്ടതുപോലെ തന്നെ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ നഴ്സുമാർക്ക് കുവൈറ്റ് ഗവൺമെൻറ് ഹോസ്പിറ്റലിലോട്ട് കുറച്ച് വാക്കൻസീസ് ഇപ്പോൾ വന്നിട്ടുണ്ട്. ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ കുവൈറ്റ് MOHലോട്ട് നമ്മൾ ഡയറക്റ്റ് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്. നിങ്ങൾക്കറിയായിരിക്കുമല്ലോ, നമ്മൾ ഡയറക്റ്റ് ആണ് ഇത് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ഇതെങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് റെക്കോർഡഡ് വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത്. എൻ്റെ ഈ വീഡിയോയുടെ അവസാനമായിരിക്കും ഞാൻ എങ്ങനെയാണ് നമുക്ക് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ട് കാണിക്കുക. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നുവാണെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ എത്തിക്കുക. ഹായ് ഫ്രണ്ട്സ്, ഞാൻ അജൻ, നിങ്ങളുടെ സ്വന്തം മാറൻ. വെൽക്കം ടു മൈ ചാനൽ. ഏതാണ്ട് 4-5 വർഷമായിട്ട് കുവൈറ്റിലെ മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ഡയറക്റ്റ് നഴ്സിംഗ് റിക്രൂട്ട്മെൻറ്റ് ചെയ്യുന്നില്ലായിരുന്നു. കുറേ കാലങ്ങൾക്ക് മുന്നേ മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ഇതുപോലെ നഴ്സിംഗ് റിക്രൂട്ട്മെൻറ്റിൻ്റെ ഒരു ഹ്യൂജ് വാക്കൻസീസ് അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുവൈറ്റ് മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ഈ റിക്രൂട്ട്മെൻറ്റ് നടപടികൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നാട്ടിലെ ഏജൻസികൾക്കാണ് കൊടുത്തിരുന്നത്. അങ്ങനെ നാട്ടിലെ കുറേ ഏജൻസികൾ നഴ്സുമാരുടെ കയ്യിൽ നിന്ന് 10 ലക്ഷം 20 ലക്ഷം രൂപ വരെ സർവീസ് ചാർജ് വാങ്ങി അങ്ങനെ ഹയർ ചെയ്ത് കുവൈറ്റിലോട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ആ ടൈമിൽ തന്നെ കുറേ ഫേക്ക് ആയിട്ടുള്ള ഏജൻസീസ് ഇതുപോലെ റിക്രൂട്ട്മെൻറ്റ് ചെയ്യുന്നുള്ള പേരിൽ കുറേ നഴ്സുമാരുടെ കയ്യിൽ നിന്ന് കുറേ കാശ് വാങ്ങിയിട്ട് പറ്റിച്ച സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം റിക്രൂട്ട്മെൻറ്റ്സ് ഒക്കെ ഏതാണ്ട് കുറേ നാളുകൾക്ക് സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരുന്നു. നാട്ടിലോട്ടുള്ള റിക്രൂട്ട്മെൻറ്റ്, അതായത് നാട്ടിലെ ഏജൻസികൾക്ക് കൊടുത്തിട്ടുള്ള റിക്രൂട്ട്മെൻറ്റ് ഒക്കെ അവർ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവർ അവിടെ വെച്ചിട്ട് ഇൻ്റർവ്യൂ നടക്കുക. അതായത് നമ്മളവിടെ കുവൈറ്റിൽ പോയിട്ട് ഡയറക്റ്റ് അവിടെ നിന്ന് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ട് അങ്ങനെ ലോക്കമായിട്ട് അവരെടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചിരുന്ന കുവൈറ്റ് മിനിസ്ട്രി ഓഫ് ഹെൽത്തിൻ്റെ ഈ ജോബ് പോർട്ടൽ ഇപ്പോൾ ഓപ്പൺ ആയിരിക്കുകയാണ്. കുവൈറ്റിൽ തന്നെ ഒരുപാട് മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ഹോസ്പിറ്റലുകൾ ഇപ്പോൾ പുതുതായിട്ട് നിർമ്മിച്ചിട്ടുണ്ട്. അതുകൂടാതെ തന്നെ നേരത്തെ ഉണ്ടായിരുന്ന ഹോസ്പിറ്റലുകളൊക്കെ വാക്കൻസീസ് ഒരുപാടുണ്ട്. ഏതാണ്ട് 3000-4000 മുകളിൽ വാക്കൻസീസ് ഉണ്ടെന്നാണ് പറയുന്നത്. ഇതൊരു ഒഫീഷ്യൽ കണക്കല്ല, ഫ്രണ്ട്സൊക്കെ പറഞ്ഞു കേൾക്കുന്ന ഒരു കണക്കാണ് ഞാൻ ഈ പറയുന്നത്. ഇപ്പോൾ ഞാൻ നേരത്തെ കുറച്ച് ഫേക്ക് ഏജൻസിയുടെയും സ്കാമിൻ്റെയും കാര്യം പറഞ്ഞിരുന്നല്ലോ. അത് എന്തുകൊണ്ട് ഞാനിപ്പോൾ പറഞ്ഞതെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മുടെ ഈ റിക്രൂട്ട്മെൻറ്റ് സ്റ്റാർട്ടായ ടൈമിൽ തന്നെ കുറച്ച് ന്യൂസ് കേൾക്കുന്നുണ്ട്. അതായത് ചില ഏജൻസികൾ കുവൈറ്റ് മിനിസ്ട്രി ഓഫ് ഹെൽത്തിലോട്ട് വാക്കൻസി ഉണ്ടെന്ന് പറഞ്ഞിട്ട് കുറേ നഴ്സുമാരെ കോൺടാക്റ്റ് ചെയ്ത് അവരുടെ സർവീസ് ചാർജ് 5 ലക്ഷം രൂപ, 6 ലക്ഷം, 7 ലക്ഷം രൂപ എന്നിങ്ങനെ സർവീസ് ചാർജസ് ഒക്കെ പറഞ്ഞിട്ട് നഴ്സുമാരെ പറ്റിക്കുന്ന ഒരു ന്യൂസ് ഇങ്ങനെ കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ നഴ്സുമാർ ഒരിക്കലും ഈ സ്കാമിലൊന്നും പോയി വീഴാതിരിക്കുക. കാരണം എന്തെന്ന് വെച്ചാൽ, ഇപ്പോൾ വന്നിട്ടുള്ള മിനിസ്ട്രി ഓഫ് ഹെൽത്തിലോട്ടുള്ള വാക്കൻസീസ് ഒക്കെ അവർ ഡയറക്റ്റ് ആണ് ചെയ്യുന്നത്. ഡയറക്റ്റ് അവർ ഓൾറെഡി ഒരു ഒഫീഷ്യൽ ലിങ്ക് അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ആ ഒഫീഷ്യൽ ലിങ്കിനകത്ത് നമ്മൾ കയറുമ്പോഴത്തേക്ക് അവരുടെ ജോബ് പോർട്ടലാണ് വരുന്നത്. ആ ജോബ് പോർട്ടലിനകത്ത് നമ്മുടെ CV-യും നമ്മുടെ പേഴ്സണൽ ഇൻഫർമേഷനും എല്ലാം ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ ഇമെയിൽ ഐഡിയും പാസ്വേഡും വെച്ചിട്ട് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. ഈ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ നമ്മുടെ ഡോക്യുമെൻ്റ് CV, സർട്ടിഫിക്കറ്റ്സ് ഇതെല്ലാം അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്കും അവർക്കത് കിട്ടും. അത് കിട്ടിയതിന് ശേഷം അവർ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് നമുക്ക് ഡയറക്റ്റ് ഇമെയിൽ വരും. ഈ കുവൈറ്റ് മിനിസ്ട്രി ഓഫ് ഹെൽത്തിൻ്റെ റിക്രൂട്ട്മെൻറ്റ് ഡയറക്റ്റാണ് അവർ ചെയ്യുന്നത്. നിങ്ങൾ ഒരു 5 പൈസയും കൊടുക്കേണ്ട കാര്യം ഉണ്ടാവില്ല. അതുകൊണ്ട് നിങ്ങൾ ഒരു കാരണവശാലും ഈ കുവൈറ്റ് റിക്രൂട്ട്മെൻറ്റിനെ സംബന്ധിച്ച് ഒരു ഏജൻസിയെ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യാൻ പാടില്ല. നിങ്ങൾ ഡയറക്റ്റ് അപ്ലൈ ചെയ്യുക. നിങ്ങൾക്ക് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളെ ഞാൻ സഹായിക്കുന്നതായിരിക്കും. ഡയറക്റ്റ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ആ ലിങ്ക് ഓപ്പൺ ആക്കിയിട്ട് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസും നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സ് എല്ലാം അപ്ലോഡ് ചെയ്ത് സബ്മിറ്റ് ചെയ്യുക. അത്രേ വേണ്ടുള്ളൂ. ബാക്കിയുള്ളത് പിന്നെ അവർ വെരിഫൈ ചെയ്തിട്ട്, മിനിസ്ട്രി ഓഫ് ഹെൽത്ത്, കുവൈറ്റിലെ മിനിസ്ട്രി ഓഫ് ഹെൽത്ത് അവർ വെരിഫൈ ചെയ്തതിന് ശേഷം നിങ്ങൾ ഏത് ഇമെയിലാണോ വയ്ക്കുന്നത് ആ ഇമെയിലിലോട്ട് റിപ്ലൈ വരുന്നതായിരിക്കും. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾക്ക് ബാക്കി പ്രോസസ്സിങ്ങിൻ്റെ കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്. ഞാൻ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഒരിക്കലും മറക്കാതിരിക്കുക. നമ്മളിനി നോക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ, ഈ ഡയറക്റ്റ് ലിങ്കിനകത്ത് എങ്ങനെയാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് അതിലോട്ട് പോകാം. നമ്മൾ ആ ലിങ്ക് ഓപ്പൺ ആക്കുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആവും വരിക. ഇതിനകത്ത് നമ്മൾ ഓൾറെഡി അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ യൂസർ ഐഡിയും പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ താഴെ കാണുന്ന ക്രിയേറ്റ് ആൻ അക്കൗണ്ട് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വരും. ഇതിനകത്ത് നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഒക്കെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഫസ്റ്റ് നമ്മുടെ യൂസർ നെയിം കൊടുക്കുക, പിന്നെ നമ്മുടെ പാസ്വേഡ് കൊടുക്കുക, പിന്നെ നമ്മുടെ പ്രൊഫഷൻ കൊടുക്കുക, നമ്മുടെ ഐഡൻറ്റിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ പാസ്പോർട്ടാണ് കൊടുക്കേണ്ടത്. അതെല്ലാം കൊടുക്കുക. പിന്നെ നമ്മുടെ യൂസർ ഇൻഫർമേഷൻ, ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം ഇതെല്ലാം നമ്മുടെ പാസ്പോർട്ടിലുള്ളതായിരിക്കണം കൊടുക്കേണ്ടത് കേട്ടോ. അത് ഒരിക്കലും മറക്കാതിരിക്കുക. അതിലൊരു മിസ്റ്റേക്കും വരുത്താതിരിക്കുക. ഏറ്റവും അവസാനം കോൺടാക്ട് ഇൻഫർമേഷൻസ് കൊടുക്കുക. ഇതെല്ലാം കൊടുത്തു കഴിഞ്ഞ് സേവ് കൊടുക്കുക. സേവ് കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യാനും എക്സ്പീരിയൻസ് ഒക്കെ അപ്ലോഡ് ചെയ്യാനും ഒരു ഓപ്ഷൻ വരും. ഞാൻ ഓൾറെഡി ഇത് ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ പിന്നെ അത് ടൈപ്പ് ചെയ്ത് കൊടുക്കാത്തത്. പിന്നെ നമ്മളെല്ലാം ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലൊരു ഇൻ്റർഫേസ് ആയിരിക്കും വരിക. ഇതിനകത്ത് ഇതാണ് നമ്മുടെ അക്കൗണ്ട്. ഇതിനകത്ത് നമ്മൾ
ജോബ് അപ്ലൈ ഫോർ എ ന്യൂ ജോബ് അത് ജോബിൻ്റെ ഡീറ്റെയിൽ വരും. അതുപോലെ തന്നെ വ്യൂ ആപ്ലിക്കേഷൻ നമ്മൾ റെഡി ചെയ്ത് കൊടുത്തിരിക്കുന്ന ആപ്ലിക്കേഷൻ ടൈപ്പ് ചെയ്തെല്ലാം കൊടുത്തിരിക്കുന്ന ആപ്ലിക്കേഷൻ്റെ ഡീറ്റെയിൽസ് അവിടെ വരും. അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും പെൻഡിങ് ആയിട്ട് അപ്ലോഡ് ചെയ്യാനുണ്ടെങ്കിൽ ഡോക്യുമെൻറ്റ്സ് അത് അവിടെ കാണിക്കും. പിന്നെ സ്റ്റേറ്റസ് കാണിക്കും. പിന്നെ നമ്മുടെ പേഴ്സണൽ ഇൻഫർമേഷനും എഡിറ്റ് ചെയ്യാൻ കാണിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇൻഫർമേറ്റീവ് ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇൻഫർമേറ്റീവ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ എത്തിച്ചു കൊടുക്കുക. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.